നിൽക്കുന്നത് ഒരു പാപ്പ മരിച്ചതിനും മറ്റൊരു പാപ്പ ജനിച്ചതിനും നടുവശത്താണ്. ഈ കാണുന്നത് അറേസോ രൂപതയിലെ കത്തീഡ്രൽ പള്ളിയാണ്. ഈ തൊട്ടടുത്തുള്ളത് അവിടുത്തെ ബിഷപ്പ് ഹൗസും. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് 1276 ഗ്രിഗറി 10 പാപ്പ മരിക്കുന്നത് അറേസോയിൽ വച്ചാണ്. സാധാരണഗതിയിൽ ഏതൊരു പാപ്പ മരിച്ചാലും അവരെ അടക്കം ചെയ്യുന്നത് വത്തിക്കാനിലാണ്. പക്ഷേ ഇവിടെ ഗ്രിഗറി 10 പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്നത് അറേസോ രൂപതയിലെ കത്തീഡ്രലിന് ഉൾവശത്താണ്. പാപ്പയെ അടക്കം ചെയ്ത് തന്നെ പോട്ടെ, സാധാരണഗതിയിൽ പുറത്തു വെച്ച് നടക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു കാര്യവും ഈ രൂപതയിൽ തന്നെ നടന്നു. തൊട്ടടുത്ത പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ്. അങ്ങനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുതിയ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നസെന്റ് 5 അങ്ങനെ ഗോത്തിക് ആർക്കിടെക്ചറിൽ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പള്ളി സാക്ഷ്യം വഹിച്ചത് ഒരു പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾക്കും തൊട്ടടുത്തുള്ള പാപ്പയുടെ കോൺക്ലേവിനുമാണ്. ഈ കാണുന്നത് ഗ്രിഗറി 10 പാപ്പയുടെ കല്ലറയാണ്. മുകളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചുവുമാണ്.